ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടാലോ. അപ്പം നമുക്കിന്ന് ചിക്കനാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം ചിക്കൻ കറിയും അപ്പവുമാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ നേരത്തെ പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കറി വെക്കാനും പിന്നെ നോമ്പിൻ്റെ എല്ലാ സംഭവങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സമയം വേണമല്ലോ. അപ്പോൾ അതാണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് വന്നത്. ഈ ഒരു കുപ്പി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഉപകാരമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ചിക്കൻ കൂടുതലും നമുക്കിവിടെ കറി വെച്ച് കഴിക്കുന്നതിനേക്കാളും എല്ലാവർക്കും ഇഷ്ടം ഫ്രൈ ആണ്. അപ്പോൾ കുറച്ചധികം എടുത്ത് ഫ്രൈ ആക്കിയും വെച്ചിട്ടുണ്ട്, കുറച്ചെടുത്ത് കറിയും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ നമുക്കിവിടെ അധികം അത്രയും സ്നാക്സ് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം പള്ളിമുക്കിലുള്ളവർക്കൊക്കെ അറിയാം സമൂസയും എന്തൊക്കെ വിഭവങ്ങൾ വേണോ അതെല്ലാം നമുക്ക് പള്ളിമുക്കിൽ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ രണ്ട് പച്ചക്ക സലൂന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് 2 കിടപ്പുണ്ടായിരുന്നു. അതെടുത്ത് ബജ്ജി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാറ്ററും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്ലൈസ് ആയിട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ഇവിടെ പൊരിക്കും, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും. വേണ്ട അതിൻ്റെ ബാറ്ററും ഒക്കെ എടുത്ത് വെച്ചിട്ട് എണ്ണ ചൂടാവുന്നതിന് മുന്നേ ഞാൻ എടുത്തങ്ങ് ഇട്ടുകൊടുത്ത്. എന്നാലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആദ്യത്തെ നോമ്പിനും പൊരിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് നാണ്ട് ഇപ്പോഴും 2ാമത്തെ പ്രാവശ്യവും ചെയ്യുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നമുക്കിവിടെ ജ്യൂസിന് എന്നും തണ്ണിമത്തൻ ജ്യൂസ് വേണം കേട്ടോ. ഇന്ന് നമുക്ക് തണ്ണിമത്തൻ ജ്യൂസും മുസമ്പി ജ്യൂസാണ് കേട്ടോ. മുസമ്പി ജ്യൂസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. സലൂന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കൂടുതലും ഞാൻ കഴിച്ചിട്ടുള്ള സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും മുസമ്പി കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രമായിരുന്നു എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അതാണ്ട് തണ്ണിമത്തനും മുസമ്പിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇച്ചിരി ഷോയൊക്കെ കാണിച്ച് അരിയാന്ന് പറഞ്ഞിരുന്നപ്പോൾ സല്ലു അത് വന്ന് കട്ട് ചെയ്ത് ആകെപ്പാട് ചളംകുളമാക്കി വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ നോമ്പിനുള്ള വിഭവങ്ങൾ. മുസമ്പി ജ്യൂസ് ഉണ്ടായിരുന്നു, തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടായിരുന്നു, പള്ളിയിൽ നിന്ന് കഞ്ഞി ഉണ്ടായിരുന്നു. പിന്നെ തണ്ണിമത്തനൊക്കെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ കുറേ സ്നാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തായിരുന്നു ഇന്നത്തെ നോമ്പ് തുറ സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇവിടെ ഞാനും സല്ലൊന്നും ചായ കുടിക്കാറില്ല. അപ്പോൾ ഇക്കാക്ക് വേണ്ടി മാത്രം ഒരു കപ്പ് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇക്കൊക്കെ ചായ വേണം കേട്ടോ. അപ്പം നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാം റെഡിയാക്കി ഇരിക്കുന്നതാണ്. അപ്പോൾ ബാങ്ക് വിളിക്കാൻ സമയത്ത് സല്ലു കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതിന് 3 പേരും കൂടെ നോമ്പ് തുറന്നു. ഞാൻ പറഞ്ഞില്ലേ വാപ്പി ചായ വല്ലാണ്ട് മിസ് ചെയ്യുന്നു, അത് സത്യമാണ് കേട്ടോ. അപ്പം നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ ആക്കാനുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈയും അപ്പവും ചിക്കൻ കറിയായിട്ടൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു ചെറിയ നോമ്പ് തുറ വിശേഷമാണ് കേട്ടോ.